വളരെ സോഫ്റ്റും ഹെൽത്തിയായ ഒരു പുട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നുള്ളത്. രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴും ഇതേ സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഉണ്ടാവും ഈ പുട്ട്. അതിന് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മൾക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ പുട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് 5 പേർക്കുള്ള പുട്ട് നമുക്ക് ഇവിടെ തയ്യാറാക്കാൻ പറ്റും. സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് പശുവും പാലും ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പൊട്ടുപൊടിക്ക് 2 കപ്പ് പാലാണ് കേട്ടോ കറക്റ്റ് അളവ്. ഇത് ഒഴിക്കുമ്പോൾ നമുക്കിത് വളരെ കൂടുതലായി തോന്നും, പക്ഷേ അങ്ങനെയല്ല കേട്ടോ, ഇത് കറക്റ്റ് അളവാണ്. ഇതൊന്ന് നമ്മളിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഫില്ലിങ്ങിനായി ഞാൻ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നേരിയതായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായി പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. 2 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കര ചേർത്ത് കൊടുക്കാം. അതും താല്പര്യമില്ലെങ്കിൽ നിർബന്ധമില്ല, ഇത് മാത്രം ചെയ്താലും മതി. ഇനി ഇതൊന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം തന്നെ ഈ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, കുതിർന്ന് നന്നായി തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാത്രത്തിൽ ഇത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നുണ്ട്. ഇത് നന്നായി തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പകുതി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ്. ഞാൻ 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്കെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് റവ എടുത്ത് അതേ കപ്പിൽ 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ കൂടിയാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 1 കപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അളവൊന്നും കൃത്യം വേണമെന്നില്ല. തേങ്ങയും ക്യാരറ്റും ഒക്കെ എത്ര വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. നമുക്കിതുപോലെ പിടിക്കുമ്പോൾ ഇതുപോലെ ഉരുളയായി വരണം. അതാണ് നമ്മുടെ ഇതിൻ്റെ പാകം. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ പോലെ നമുക്ക് ഇതിൽ പുട്ടുകുറ്റിയിൽ നിറച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ ആ പഴം വേവിച്ചുണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം. നമ്മൾ തേങ്ങ ഫില്ലിങ് ഇടുന്നത് പോലെയാണ് പഴം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ മുഴുവൻ തന്നെ ഇതുപോലെ നിറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ലെയറായി നിറച്ചതിന് ശേഷം ഏറ്റവും മേലെ നമ്മൾ പഴം വേവിച്ചത് കൂടി നിറച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുമ്പം നമ്മൾക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. പഴം സെപ്പറേറ്റായി വേവിച്ച് കൊടുക്കേണ്ട. ഒരു പ്ലേറ്റിൽ ഒന്ന് മാത്രം സെർവ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ഗുണം കൂടിയുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുമ്പോഴും ഇതുപോലെ തന്നെ അവരെടുത്ത് കഴിക്കും. പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചാലും വൈകുന്നേരം വരെ വളരെ സോഫ്റ്റായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഞാൻ സാധാരണ നമ്മൾ പുട്ട് വേവിക്കുന്ന അതുപോലെ തന്നെ ആവിയിൽ വേവിച്ചെടുത്താണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻറ്റ് കൂടി എഴുതി സപ്പോർട്ട് ചെയ്യണേ. 1 കപ്പ് പുട്ടുപൊടിയിൽ നിന്നും എനിക്ക് ഇതുപോലെയുള്ള 2 കുറ്റി പുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.